നിങ്ങൾ ഒരു വീട് വാങ്ങണോ അതോ വാടകയ്ക്ക് എടുക്കണോ എന്ന് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ കുറേ പേർക്ക് വളരെ ഹെൽപ്ഫുള്ളും ആയിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ അത് കൃത്യമായിട്ട് കാര്യമായിട്ട് മനസ്സിലാവും. ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതേപോലെ നമ്മൾ കാറ് വാങ്ങുന്നതാണോ കാറ് വാടകയ്ക്ക് എടുക്കുന്നതാണോ അതോ മറ്റൊരു പുതിയൊരു ഓപ്ഷൻ ഉപയോഗിക്കുന്നതാണോ നല്ലത് എന്നാണ് പറയുന്നത്. ഈ കാര്യം ഇൻട്രസ്റ്റ് ഉള്ളവർ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ സുബീഷാണ്. റുപ്പി മങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പി മങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു കാറ് വാങ്ങുന്നതാണോ അതോ കാറ് വാടകയ്ക്ക് എടുക്കുന്നതാണോ അതോ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനാണോ നല്ലത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കാറ് വാങ്ങുന്നത് നമ്മൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ വാങ്ങുക അല്ലേ. ഒന്ന്, നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട്, നമ്മളുടെ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവണം. അത് ഒരു കാറിൻ്റെ രൂപത്തിലാവണം എന്നുള്ള ഒരു സിറ്റുവേഷൻ. അത് നമ്മളുടെ ഫിനാൻഷ്യൽ അവസ്ഥ, അതായത് സാമ്പത്തിക അവസ്ഥ നമ്മളെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ രീതിയിൽ കാറ് വാങ്ങുക. അത് ഒരു കാര്യം. പക്ഷേ മിക്കവാറും ആളുകൾ കാറ് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കൂട്ടുകാരന് ഒരു കാറുണ്ട്, എൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരാൾക്ക് കാറുണ്ട്, എൻ്റെ ബന്ധുവിനൊരു കാറുണ്ട്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ആളുകൾ കാറ് വാങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, നമ്മളുടെ ബന്ധുക്കളും പാരൻസും അല്ലെങ്കിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ എന്ത് ചെയ്യും? അവർക്ക് കാറില്ലേ, അതുകൊണ്ട് നമ്മളെന്തുകൊണ്ട് കാറ് വാങ്ങിക്കൂടാ എന്നുള്ള ഒരു ചോദ്യം വരുന്നു എന്നുള്ളതാണ് കാറ് വാങ്ങാനുള്ള പ്രധാനപ്പെട്ട റീസണുകളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇമോഷണലായിട്ടുള്ള ഡിസിഷൻസിനെ പറ്റിയല്ല ഈ വീഡിയോയിൽ പറയുന്നത്. പ്യുവർലി ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുമ്പോൾ കാറ് വാങ്ങുന്നത് എന്തുകൊണ്ട് ഒരു നല്ല കാര്യമല്ല എന്നുള്ളതാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കാറ് വാങ്ങുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു 5 ലക്ഷം രൂപ വിലയുള്ളൊരു കാറാണ് ഞാൻ ഈ ഉദാഹരണത്തിൽ പറയുന്നത്. ഈ 5 ലക്ഷം രൂപ വിലയുള്ള കാറ് നമ്മൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഏകദേശം 6 ലക്ഷം രൂപയാവും അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? കാറിൻ്റെ വില 5 ലക്ഷമാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് വരും, ഇൻഷുറൻസ് വരും, മറ്റുള്ള മെയിൻ്റനൻസ് ചാർജുകൾ വരും, ആക്സസറീസ് വരും, അങ്ങനെയൊക്കെ ഒരു ലക്ഷം രൂപ കൂടെ കൂടുതൽ വന്നു. അങ്ങനെ 6 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഓൺ റോഡ് ഈ കാറ് എടുത്തത് എന്ന് കരുതുക. അപ്പോൾ ഈ 6 ലക്ഷം രൂപ ഓൺ റോഡുള്ള കാറ് മിക്കവാറും ആളുകൾ, സാധാരണക്കാരായുള്ള ആളുകൾ എന്താ ചെയ്യുക? 1 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ ഒരു കാർ ലോണുമായിട്ടാണ് സാധാരണഗതിയിൽ എടുക്കുക അല്ലേ. അപ്പോൾ ടോട്ടൽ 6 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ചിട്ടി പിടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവിങ്സ് ഒക്കെ പൊട്ടിച്ചോ ഒക്കെ നമ്മൾ എടുക്കും. 5 ലക്ഷം രൂപ ഒരു ബാങ്കിൻ്റെ ലോൺ വഴിയും എടുക്കും. അപ്പോൾ അങ്ങനെ 6 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 9% അനുസരിച്ച് 10,379 രൂപയാണ് നമുക്ക് എന്ത് വരിക? ഈ കാറിൻ്റെ EMI ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. 5 വർഷത്തെ ലോണാണെന്നുണ്ടെങ്കിൽ 10,379 രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുപോലെ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കാറ് കൊണ്ട് നടക്കുന്നതിന് നമ്മൾക്ക് എന്തുമാത്രം ചിലവ് വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ 10,379 രൂപ EMI വരും. അതുപോലെ പെട്രോൾ ചിലവ് ഇപ്പോൾ ഒരു 100 രൂപയാണ് കേട്ടോ പെട്രോളിന്. ഇപ്പോൾ സെഞ്ചുറി അടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 100 രൂപ വിലയുള്ള പെട്രോള് നമ്മൾ അടിച്ചിട്ട് നമുക്ക് ഒരു 1500 കിലോമീറ്ററൊക്കെ ഓടിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 10,000 രൂപ എന്ത് വരും? ഈ മന്ത്ലി പെട്രോൾ എക്സ്പെൻസ് വരും ഇല്ലേ. അതുപോലെ മെയിൻ്റനൻസിന് ചിലവ് ഒരു 10,500 രൂപ ഒരെണ്ണം ആവറേജ് ഒരു മാസം വരുമെന്ന് കരുതാം. അതായത് ഒരു വർഷം ഏകദേശം ഒരു 10,000-11,000 രൂപ മെയിൻ്റനൻസ് ചിലവ് എന്നുള്ള രീതിയിൽ വരും എന്ന് കരുതാം. മറ്റുള്ള പാർക്കിംഗ് ഫീസ്, ടോള്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 1,500 രൂപ അങ്ങനെയും വരും എന്ന് കരുതുക മാസം. ഇൻഷുറൻസിന് ഏകദേശം ഒരു മാസത്തെ ആവറേജ് കണക്കനുസരിച്ച് ഒരു 1000 രൂപ വരുമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ടോട്ടല് ഈ കാറ് വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കൊണ്ട് നടക്കുന്നതിനുള്ള ചിലവ് എത്രയാണ്? ഒരു മാസം 24,370 രൂപയാണ് ചിലവ് കേട്ടോ. അപ്പോൾ
ഏകദേശം കാര്യം മനസ്സിലായി അല്ലേ? 24,000 രൂപയെ ഈ 1500 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുന്നതിന് 24,000 രൂപയെ 1500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കിലോമീറ്ററിന് എത്രയാണ് ചാർജ് വരുന്നത്? 16 രൂപയാണ് വരുന്നത്. അതായത് നമ്മളുടെ കാറ് 1500 കിലോമീറ്റർ ഓടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ 16 രൂപ വെച്ച് നമ്മൾക്ക് ഒരു കിലോമീറ്ററിന് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 16 എന്ന് പറയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് അല്ലേ എന്ന്? അതെ, വലിയൊരു എമൗണ്ടാണ്. അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് കാറ് മേടിക്കുന്ന ഒരു എക്കണോമിക്കൽ ചോയ്സ് അല്ല. പ്രത്യേകിച്ചും സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു എക്കണോമിക് ചോയ്സ് അല്ല കാറ്. അങ്ങനെ ഉള്ള ഒരാളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓല ക്യാബോ യൂബറോ മറ്റുള്ള ടാക്സികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10-11 രൂപ ആവറേജ് റേറ്റിൽ നമുക്ക് നടത്തും. അതായത് 1 കിലോമീറ്റർ ഇതിന് നമ്മൾക്ക് 5 രൂപയോളൊക്കെ ലാഭിക്കാനായിട്ട് സാധിക്കും അല്ലേ? അത് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ആ 1 ലക്ഷം രൂപയുണ്ടല്ലോ, കാർ മേടിക്കാനായിട്ട് കൊടുത്തിട്ടുള്ള 1 ലക്ഷം രൂപ നിങ്ങൾ സാധാരണ ഒരു റിസ്ക്കുമില്ലാത്ത ട്രഷറിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്നറിയോ? 2 വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് 625 രൂപ കിട്ടും. അപ്പോൾ ട്രഷറിയിലെ നിക്ഷേപങ്ങളെ പറ്റി നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രഷറിയിൽ പലിശ നിരക്ക് കുറച്ചാലും 1 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം 625 രൂപ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ആ 625 രൂപയും നമുക്ക് നമ്മളുടെ ഈ കാർ വാങ്ങുന്ന കാര്യത്തിൽ നഷ്ടക്കണക്കിലാണ്. 1 കിലോമീറ്ററിന് 10 രൂപ നിരക്കിലൊക്കെ ആണെങ്കിൽ 15,000 രൂപ മാത്രം ചിലവ് വരുന്ന ഓല യൂബർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9,000 രൂപ നമ്മളുടെ എക്സ്പെൻസ് ഇനത്തിൽ തന്നെയും 625 രൂപ നമ്മളുടെ ഈ ഡെപ്പോസിറ്റിൽ നിന്നുള്ള ലാഭത്തിൻ്റെ ഇനത്തിലും കിട്ടുന്ന ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്ത് നമ്മൾ നഷ്ടം സഹിച്ചിട്ടാണ് നമ്മളൊരു സാധാരണ സിറ്റുവേഷനിൽ ഒരു കാറ് വാങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ പറഞ്ഞ കാര്യത്തിനോട് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല ഇതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്നതെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ഓല യൂബറൊക്കെ എടുക്കാതിരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾക്കൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ വേണം, അതല്ല നമ്മൾക്ക് വലിയൊരു ഫാമിലിയെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം, അതുപോലെ സെക്യൂരിറ്റി സേഫ്റ്റി നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഓലയോ യൂബറോ പോലുള്ള ടാക്സികൾ അത്ര ഗുണം ചെയ്യാറില്ല. അപ്പോൾ ഈ ലോങ് ടേം ട്രാവലിനും സേഫ്റ്റിക്കും വലിയ ഒരു ഫാമിലിയൊക്കെ ഉള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാർ വാങ്ങിക്കാതെ തന്നെ നമ്മൾക്ക് കാർ ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ നമ്മളുടെ നാടുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് മുൻപേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ കാറ് നമ്മൾ പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉള്ള സിറ്റികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. പുറമേക്ക് വലിയ ദീർഘദൂര യാത്ര നടത്തുന്നതിനൊക്കെ ആളുകൾ കാറ് റെൻറ്റിന് എടുക്കുകയാണ് പതിവ്. അതുപോലെ ഒരു ലോങ് ടേം റെൻ്റൽ കാർ സർവീസ് നമ്മൾക്ക് ഇന്ത്യയിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾക്ക് ഓരോ പ്രാവശ്യവും നമ്മൾക്ക് ആവശ്യമുള്ള കാറ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ചില സമയത്ത് ചില മാസങ്ങളിൽ നമുക്ക് എന്താണ് ചെറിയ കാറ് മതി, ചില മാസങ്ങളിൽ ചിലപ്പോൾ വലിയ കാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ട് കാറ് വാങ്ങുമ്പോൾ അത് പറ്റുമോ? ഇല്ല. അതുപോലെ ഓല യൂബറിൽ നമ്മൾ അങ്ങനെ വലിയ കാറാണെന്നുണ്ടെങ്കിൽ വലിയ റേറ്റും വരും അല്ലേ? അതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലുതാക്കാനായിട്ട് സാധിക്കും. മെയിൻ്റനൻസിൻ്റെ കാര്യമൊന്നും നമ്മൾ ഇത് ചെയ്യേണ്ട, വളരെ കൺവീനിയൻ്റ് ആണ്. സേഫ്റ്റി, നമ്മൾ തന്നെ സെൽഫ് ഡ്രൈവിംഗ് റെൻ്റൽ ആയതുകൊണ്ട് തന്നെ മറ്റൊരാൾ നമ്മളുടെ പ്രൈവസിയിൽ ഇടപെടുമെന്നുള്ള പേടി വേണ്ട. അത് നമ്മളുടെ എന്താണ് ഓല യൂബർ ഡ്രൈവർമാരുടെ ചില ഇൻസിഡൻറ്റുകളുണ്ട്, സേഫ്റ്റി പലർക്കും ഒരു കൺസേൺ ആണ്. അതുകൊണ്ട് റെൻ്റ് എടുക്കാൻ നമ്മൾ പറയില്ല. പക്ഷേ ഈ ഒരു ഓപ്ഷൻ കാർ വാങ്ങുന്നതിലും നല്ലതാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഇമോഷണൽ ഡിസിഷനായിട്ടല്ല കാറ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ കാറ് വാങ്ങണോ അതോ ഒരു ലോങ് ടേം റെൻ്റൽ എടുക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. അതല്ല വളരെ ചെറിയ യാത്രയാണുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് യാത്ര, കുറച്ച് അളവ് യാത്രയാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഓല യൂബർ ഒക്കെയാണ് നല്ലത്. നമ്മൾ ഏത് ഡിസിഷൻ എടുക്കുമ്പോഴായാലും നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. പ്യുവർലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനോ അല്ലെങ്കിൽ പ്യുവർലി ഒരു
ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷനോ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്തില്ല എന്ന് വരും. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് കരുതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. കമൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് റുപ്പി മങ്ക് സർവീസിലേക്ക് 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം.